ഹലോ ഗൈസ്, നമസ്കാരം. മിസ്റ്റർ ഷെഫ് ആണ്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ കഴിഞ്ഞ കുറെ ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ടോണി അച്ചായ, നമ്മുടെ ജൂവലറിക്കാരൻ. പുള്ളിക്കാരനെ കുറിച്ച് വളരെ മോശമായിട്ട് കുറെ പേര് വീഡിയോ ഇട്ടു, കുറെ പേര് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. അപ്പോൾ എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നി. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ആളൊരു പക്ക ബിസിനസ് മാനാണ്. പുള്ളിക്കാരൻ ചെയ്യുന്ന കുറെ ചാരിറ്റി വർക്കൊക്കെ ആളെ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ചെയ്യുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ജെനുവിനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. ഇത് രണ്ട് ചാൻസുകളാണ് നമുക്കുള്ളത്. പക്ഷേ ഈ രണ്ട് ചാൻസ് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ സ്വന്തമായിട്ട് കിടപ്പാടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് ഞാൻ കണക്കാക്കുന്നത്. ഗൈസ്, ഇത് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും ഇനി എന്നെ കേട്ടരുത്. ഗൈസ്, നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാം നമ്മുടെ പിക്കിളിന്റെ ഒരു ബ്രാൻഡ് അടുത്ത് തന്നെ പുറത്ത് വരുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പണ്ട് തുടങ്ങി ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ബിസിനസ് ചെയ്ത് നന്നായിട്ട് കാശ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സ്ട്രഗിൾ ചെയ്യുന്ന കർഷകരെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മളുടെ ചാനലിന്റെ ഇൻട്രോയിൽ കൊടുത്തിരുന്നത് സേവ് ഫാമേഴ്സ് എന്നാണ്. അതുമാതിരി തന്നെ യൂട്യൂബിൽ എനിക്ക് സിൽവർ ബട്ടൺ കിട്ടിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതും സേവ് ഫാമേഴ്സ് എന്നാണ് ഞാൻ എഴുതിയത്. കാരണം അതിന് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഫാമേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരും സർവൈവ് ചെയ്യില്ല. പിന്നെ എന്റെ പ്രൊഫഷൻ ഡയറക്ട്ലി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫാമേഴ്സ് ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ കുക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ടോണി അച്ചായനെ ക്രിറ്റിസൈസ് ചെയ്ത് വരുന്ന വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു പേടി, ഇനി നമ്മളെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജെന്യൂൻ ആയിട്ട് ചെയ്യുന്നതിന് എതിരെ ആൾക്കാർ സംസാരിച്ച് വീഡിയോസ് ഇടുമോ എന്ന് ഇപ്പോൾ ഡൗട്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്, ഞാനത് ചെയ്യണോ വേണ്ടേ, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ചെയ്യാം, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുമായിരുന്നു. വളരെ ഉപകാരമായിരുന്നു.